ഈ പണ്ടേ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു കീ കീ ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇതുപോലെ ഓടുന്ന കാറിന് പിന്നാലെ ഓടി കീ കീ ആ പാട്ടൊക്കെ ഇട്ടിട്ട് അതിനൊരു ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ അവസാനം MVD ഇടപെട്ട് എല്ലാവരെയും തൂക്കിയെടുത്തൊരു സംഭവമുണ്ട്. അതിനൊക്കെ ശേഷം ഇപ്പോഴാണ് കാണുന്നത് ഇതുപോലൊരു സംഭവം. അപ്പോൾ എന്താണ് നടന്നത് യഥാർത്ഥത്തിൽ? നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പരിപാടികളും പലരും കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലൊരു കലാപരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത്. പക്ഷേ ഇദ്ദേഹം കുറേ കൂടെ വൈറലായിട്ടുള്ള ഒരാളാണ്. UP സ്വദേശിയാണ്. വാഹനം ഓടിക്കുന്ന ആളാണ് സത്യത്തിൽ ഇൻസ്റ്റാഗ്രാമിലെ ഇതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ചില നിയമ നടപടികളൊക്കെ നേരിട്ടു. അതിനെ തുടർന്ന് പോസ്റ്റ് പിൻവലിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതേ പോസ്റ്റിന് അദ്ദേഹം കുത്തിപ്പൊക്കിയിട്ടു. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ചോദിക്കുന്ന ചോദ്യം, നിനക്ക് പേടിയെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ്. സത്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മുഴുവൻ പറയുന്നത് എനിക്ക് പേടിയില്ല എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസാണ്. പൂർണ്ണമായും പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ട് തൻ്റെ സുഹൃത്തിനെ കിടത്തുന്നതാണ്. തുടക്കത്തിൽ തന്നെ ഒരു ഹൈഫൈ ഒക്കെ അടിച്ചുകൊണ്ടാണ് ആ പോക്ക് പോകുന്നത് തന്നെ. എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. അതിനകത്ത് ആരും ഇത് അനുകരിക്കരുത് എന്നൊരു കാര്യം പറയാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങളെല്ലാം ആവർത്തിക്കപ്പെടുന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞ UP യിലാണ് വണ്ടി വലിയ സ്പീഡിലൊന്നും അല്ല പോകുന്നത്. കൂട്ടുകാരനാണ് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വലിയ പ്രൊട്ടക്റ്റീവായിട്ടാണ് കൊണ്ടുപോകുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഇത്രയും അപകടം പിടിച്ച സാധനങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആവേണ്ട അല്ലെങ്കിൽ വൈറലാവേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിലും വൈറലാകാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരിലൊരു കുട്ടിയെ ഫുഡ് റെസ്റ്റിൽ നിർത്തിക്കൊണ്ട് പോകുന്നൊരു വിഷ്വൽ സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. അത് ഇതുപോലെ വൈറലാവാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിൻ്റെയൊക്കെ ഒരു അപകടം എത്രത്തോളം വലുതാണ് എന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ ബോധ്യപ്പെടുന്നത്. നിയമ നടപടികൾ സ്വീകരിച്ചാൽ പോലും അതിനെ പേടിക്കാതെ തന്നെ വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ ഇനിയും നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. സത്യം. കാരണം നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വാർത്തകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അപകടം എത്രത്തോളമാണ് എന്നുള്ളത്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇട്ടിട്ട് നമ്മളൊരു ആദ്യം പറയുകയാണ് ഇത് ആരും അനുകരിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും ഇത് അനുകരിക്കുന്ന ഒരുപാട് പേര് കാണും. പ്രത്യേകിച്ച് ഈ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും പറയുമ്പോഴും ഒക്കെ. അപ്പോൾ എന്താണെങ്കിലും ഇത്തരം കാര്യങ്ങളൊന്നും ആരും അനുകരിക്കാതിരിക്കുക, ആവർത്തിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന പണികളാണ്.